അവിടെ ലയണൽ മെസ്സിയുടെ ഒരു പെർഫോമൻസ്, ലയണൽ മെസ്സിയുടെ ഒരു പൊസിഷൻ, അയാളുടെ ഒരു പ്ലേസിങ്ങിന് നമ്മൾ എങ്ങനെ വിലയിരുത്തണം സഫ്വാൻ? ഇതിനകത്ത് 4-4-2 എന്ന ഫോർമേഷനിലേക്ക് വരുമ്പോൾ റൈറ്റ് സ്ട്രൈക്കറായി മെസ്സി വരുമ്പോഴും മെസ്സിയെ അവിടെ സ്ട്രൈക്കർ പൊസിഷനിൽ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ലൈവിൽ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ചാണ് മെസ്സിയുടെ മൂവ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ മെസ്സിയെ പിടിച്ചുകെട്ടാൻ ഈ ഫോർമേഷൻ അനുസരിച്ച് മെസ്സിയുടെ ലൈൻ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സിയെ ഇൻഡിവിജ്വലി പിടിച്ചു കെട്ടാനോ എന്തെല്ലാം പ്ലാനിങ് ഇപ്പുറത്ത് സ്പാനിഷ് ഫോർമേഷനിൽ ഉള്ളതായി കാണുന്നുണ്ട് നമ്മൾ. തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ ഓരോ മത്സരത്തിനു മുമ്പ് പറഞ്ഞിരുന്നു ഇന്ന് മെസ്സിയെ പൂട്ടാൻ പല പ്ലാനുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിനൊന്നും സത്യത്തിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്നാണ് സത്യം. കാരണം നമ്മളെ ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന നിമിഷങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മെസ്സി കംപ്ലീറ്റ് മാർക്ക് ചെയ്യപ്പെടാൻ നിൽക്കുകയായിരുന്നു. ഈ മെസ്സി ബോക്സിനെ പുറത്തുനിന്ന് യഥേഷ്ടം ക്രോസുകൾ നിരന്തരം കൊടുക്കുന്നത് നമ്മൾ കണ്ടാണ്. പക്ഷേ ഇന്ന് സ്പെയിൻ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് തന്നെ മെസ്സിയെ ഒരു മാൻ ടു മാൻ മാർക്കിംഗ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ചുകൂടി കരുതലോടെ ഉണ്ടാകും. കാരണം ആദ്യം റോഡ്രിയെ മെസ്സിക്ക് കടക്കേണ്ടി വരും. പിന്നീട് എനിക്ക് തോന്നുന്നത് ഐമറിക് ലാപ്പോർട്ടി ആയിരിക്കും മെസ്സിയെ നേരിടാനുള്ള പ്രധാന ചുമതല വഹിക്കുക. പിന്നെ മെസ്സി നമുക്കറിയാം ഒരു നമ്പർ 9 പൊസിഷനിലല്ല പല സമയങ്ങളിലും നമ്മൾ മെസ്സിയെ കാണുന്നത്. കഴിഞ്ഞ പല മത്സരങ്ങളും മെസ്സി ടേൺ ചെയ്യുന്നത് റൈറ്റ് വിങ്ങിലൂടെയുള്ള അറ്റാക്കിങ്ങിലൂടെയാണ്. അപ്പോൾ സ്പെയിനിന് അതിലുള്ളൊരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് കുക്കുറയെ ആയാലും പെട്രോ പോറോ ആയാലും കയറി കളിക്കുന്ന പ്ലെയേഴ്സാണ്. അവർ ഫുൾ ബാക്ക് ആണെങ്കിലും കുക്കുറയ പല സമയങ്ങളും നമ്മൾ എതിർ ടീമിൻ്റെ ബോക്സിൽ കാണുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെയാണ് പെട്രോ പോറോയും. ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിലൊക്കെ ഗോൾ അടിച്ച താരമാണ്. അപ്പോൾ അതൊരു ത്രെറ്റ് തന്നെയാണ്, മെസ്സിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ സ്പേസാണ്. പക്ഷേ എന്നാലും നമുക്കറിയാം ഒരു സ്പെയിൻ ടീമിൻ്റെ ഒരു എഞ്ചിനായിട്ടുള്ള റോഡ്രി ഉണ്ട്. ഒരു ഡിഫൻസീവ് സ്ട്രക്ചറിനെയും ആ ടീമിൻ്റെ ടെമ്പോയെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് റോഡ്രിയാണ്. കാരണം റോഡ്രി ആക്സിലേറ്റർ വലിക്കുന്നതനുസരിച്ചാണ് സ്പെയിൻ ചലിക്കുക. റോഡ്രി ഗിയർ മുന്നോട്ടിട്ടാൽ അതിനനുസരിച്ച് സ്പെയിനിൻ്റെ വേഗത കൂടും, അത് ഗിയർ പുറകോട്ടാണെങ്കിൽ സ്പെയിനിൻ്റെ വേഗത കുറയുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ സ്പെയിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കലായി കളിക്കുന്ന ടീമുകൾ വരുമ്പോൾ സ്പെയിൻ പതറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സൗത്ത് അമേരിക്കൻ ടീമായിട്ടുള്ള ഉറുഗെ അവർക്കെതിരെ കളിച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് ഒരു ഗോളിന് വിജയിച്ചെങ്കിലും അന്ന് സ്പെയിൻ നന്നായിട്ട് വെള്ളം കുടിച്ചിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ലോ ബ്ലോക്ക് നിൽക്കുന്ന ടീമാണെങ്കിലും സ്പെയിൻ പതറും. ഇപ്പോൾ കേബോവയുടെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അർജൻറ്റീന ആദ്യം ഒരു ഗോൾ നേടുകയും പിന്നീട് അവർ കുറച്ചൊരു ഫിസിക്കലായിട്ടൊക്കെയുള്ള ഗെയിം പുറത്തെടുക്കുകയും ചെയ്താൽ സ്പെയിൻ പതറാൻ തന്നെയാണ് സാധ്യത. അതേസമയം നമ്മളൊരു സ്പെയിനോടൊരു ഫുൾ ടൈം കളിച്ച് ജയിക്കാമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് പാടാണ്. കാരണം അവർ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമാണ്. ചെറിയ പാസുകളിലൂടെ നിരന്തരം മുന്നേറിക്കൊണ്ടേയിരിക്കുന്ന ടീമാണ്. അപ്പോൾ ഫുൾ ടൈം അതായത് ഗ്രൗണ്ടിൽ ഒരു മിഡ്ഫീൽഡ് ബാറ്റിലൊക്കെ നടത്തി സ്പെയിനെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഒരു ഗോൾ അടിച്ച് പിന്നീട് കുറച്ച് പിറകോട്ടൊക്കെ അർജന്റീന കളിച്ചാൽ അത് കടക്കാൻ സ്പെയിന് ഭയങ്കര പ്രയാസമായിരിക്കും. പ്രത്യേകിച്ചും സ്പെയിന് ഒരു ഒയർസബാലൊക്കെ 4 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പൊതുവേ ഒരു സ്പെയിൻ്റെ വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഒരു നമ്പർ 9 അഭാവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ യമാൽ തന്നെ വിചാരിക്കേണ്ടി വരും. ഒരു സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമിനെതിരെയൊക്കെ സ്പെയിൻ മുന്നേറണമെങ്കിൽ യമാലിനെ പോലെയുള്ള ഒരു സംതിങ് എക്സ്ട്രാ ബില്യൻസ് കയ്യിലുള്ള താരം തന്നെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിഡ്ഫീൽഡിൽ ഒരു ഹൈലൈൻ പ്രസ്സിംഗിലേക്ക് പോകാൻ ഒരുക്കമല്ല എന്ന് തോന്നുന്നു സ്കലോണി. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പരഡസിനെയും സിമിയോണിയെയും വലിക്കാൻ സാധ്യതയില്ലായിരുന്നു. ഇവിടെ കുറെ കൂടി ഒരു അറ്റാക്കിംഗ് സ്റ്റൈലുള്ള ഡിപ്പോളിനെയും നിക്കോ ഗോൺസാലസിനെയും കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ എൻസോയും മെക്കാലിസ്റ്ററും ആണ് അവിടെ മിഡ്ഫീൽഡിൽ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിറ്റ് ബാക്കിനോ അല്ലെങ്കിൽ ഒരു ഹൈലൈൻ പ്രസ്സിങ്ങിനോ ഉള്ള ഒരുക്കമല്ല. വേഗത്തിൽ ഗോൾ കണ്ടെത്തുക, പിന്നെയും ഗോൾ അടിക്കുക, അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഫസ്റ്റ് ഹാഫിൽ കുറെ കൂടി അറ്റാക്കിങ്ങിനാണെന്ന് മുൻതൂക്കം കൊടുക്കുന്നത് തോന്നുന്നു. ആദ്യം തന്നെ സ്പെയിൻ്റെ കളി അർജന്റീന കിൽ ചെയ്യും, കുറച്ച് ഫിസിക്കൽ ബാറ്റിൽ നടത്തുന്നതൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ സ്പെയിനും അത്തരം ചാലഞ്ചുകളൊക്കെ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ അവരുടെ പ്ലാനുകൾ ചിലപ്പോൾ തകിടം മറിക്കുന്ന രീതിയിലാണ് അർജന്റീന ആദ്യമേ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സ്പെയിൻ അവരുടെ പ്ലാനുകൾ മാറ്റേണ്ടി വരും എന്നുള്ള എനിക്ക് തോന്നുന്നു. കാരണം സ്പെയിൻ്റെ ടീമിൽ കാര്യമായി ചേഞ്ച് ഒന്നുമില്ല. കാരണം അതിൽ വേണമെങ്കിൽ സ്പെയിന് ഫാബിയൻ റൂയിസിനെ പോലെ തന്നെ പരിഗണിക്കാവുന്ന മറ്റൊരു താരം കൂടി ആ ടീമിലുണ്ട്, പെഡ്രിയും അത്യാവശ്യം അറ്റാക്കിങ്ങിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരമാണ്. അപ്പോൾ ഫാബിയൻ റൂയിസിനൊക്കെ നിലനിർത്തുന്നതിലൂടെ അവരൊരു ഫിസിക്കൽ ഗെയിമൊക്കെ തന്നെയായിരിക്കും സ്പെയിൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ എന്നാലും സ്പെയിന് നമുക്കറിയാം വളരെ ശാസ്ത്രീയമായിട്ട് ബുദ്ധിപരമായി കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. വളരെ ഓർഗനൈസ്ഡ് ആണ്. അത് ഏറ്റവും അവസാനത്തെ ആൾ മുതൽ മുന്നിലുള്ള ആൾ വരെയുള്ള എന്താ പറയുക അദൃശ്യമായ നൂലുകൾ കൊണ്ട് ബന്ധിതമായ ഒരു കളിയാണ് സ്പെയിൻ്റേത്. അപ്പോൾ സ്പെയിനെ സംതിങ് എന്തെങ്കിലും അവരെ വീഴ്ത്തണമെങ്കിൽ സംതിങ് ഒരു മൊമെൻറ്റ് കിട്ടിയിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് കയറിക്കേണ്ടി വരും. കാരണം സ്പെയിൻ അങ്ങനെ ഒരുപാട് സ്പേസോ ഓപ്പണിങ്ങോ കൊടുക്കുന്ന ടീമല്ല. ഒരുപാട് ഈ ടൂർണമെൻറ്റിന് നമ്മളൊരു ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്ത ടീമാണ് സേഫു.